മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു. 98 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു. 98 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തന്റെ ആശയങ്ങൾ എപ്പോഴും എഴുത്തിലൂടെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എം കെ സാനുമാഷ്. എല്ലാ പ്രധാന വേദികളിലെല്ലാം അദ്ദേഹം സജീവമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം സംഭവിച്ചത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാളാണ് വിടവാങ്ങിയത്. എഴുത്തുകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തുറന്നു കാട്ടിയിരുന്നു. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രൊഫസർ എം കെ സാനുമാഷ് അന്തരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമല്ലേ? ഗോപിക, വൈകിട്ട് 5:30 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. പിന്നീട് ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ ഇന്നായിരുന്നു അന്ത്യം സംഭവിച്ചത്. 98 വയസ്സായിരുന്നു. അധ്യാപകൻ, വാഗ്മി, എഴുത്തുകാരൻ, ചിന്തകൻ എന്നീ നിലകളിലെല്ലാം തന്നെ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അതീവ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിലും പിന്നീട് പിതാവിന്റെ മരണത്തോടുകൂടി വലിയൊരു ദാരിദ്ര്യത്തിൽ പോയ ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യൗവനം കഴിച്ചുകൂട്ടിയത്. അദ്ദേഹം പിന്നീട് അധ്യാപകനായും കോളേജ് അധ്യാപകനായും എല്ലാം തന്നെ പ്രശസ്തനായിരുന്നു. പിന്നീട് എഴുത്തിന്റെ മേഖലകളിലേക്ക് തിരിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ, നിരവധി കൃതികളാണ് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ പിന്തുടരുന്ന അദ്ദേഹം ഗുരുദേവനെ കുറിച്ചുള്ള പഠനങ്ങളിലും നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് ഇടക്കാലത്ത് എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്കും എത്തുകയുണ്ടായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകൻ, നിരീക്ഷകൻ, എഴുത്തുകാരൻ എന്നെല്ലാം തന്നെ ഉള്ള നിലയിൽ വളരെയധികം കേരളത്തിന്റെ സാമൂഹിക മേഖലയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയായിരുന്നു എം കെ സാനു. അദ്ദേഹത്തിന്റെ നിര്യാണം അല്പസമയം മുമ്പാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ച് സംഭവിച്ചത്. ഗോപിക, കിരൺ, ഈ മലയാള സാഹിത്യലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാളെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രമുഖ വ്യക്തികളെല്ലാം എത്തിയിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചൊരു വിവരം? ഗോപിക, അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് ആളുകളും ആശുപത്രിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് മാത്രമായിരിക്കും ഈ ഒരു തീരുമാനമുണ്ടാവുക. അല്പസമയം ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കാണാനായിട്ട് അവസരം ഒരുക്കുന്നുണ്ടാകും. അത് ആ സമയത്ത് ബന്ധുക്കൾക്കും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമായിരിക്കും കാണാൻ കഴിയുക. പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റും. നാളെയോടുകൂടി മാത്രമായിരിക്കും ഈ ഭൗതികദേഹം വിട്ടു നൽകുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തുമെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രയധികം
അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിരൂപകനായിരുന്നു, പത്രാധിപകനായിരുന്നു, സാഹിത്യ വിമർശകനായിരുന്നു. ഇങ്ങനെയെല്ലാം തന്നെ വളരെ രീതിയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സ്കൂൾ അധ്യാപകനായി തന്റെ കരിയർ ആരംഭിക്കുകയും പിന്നീട് കോളേജ് അധ്യാപകനായും സാഹിത്യ വിമർശകനുമായൊക്കെ മാറുന്ന അത്തരത്തിൽ വലിയ ഒരു സ്വാധീനം കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് നിരവധി പേർ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ വെച്ച് മറിഞ്ഞു വീഴുകയും പിന്നീട് ചെറിയ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന്റെ അസ്ഥിയിലടക്കം പൊട്ടലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടുപ്പെല്ലിനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ പൊട്ടൽ സംഭവിച്ചത്. ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ കൂടി തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. 98 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിക്കുമ്പോൾ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്.